നമ്മളിപ്പോ നാളത്തെ പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ഒരു ഒറ്റൊരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ഇത് ഇത്രയായത്. പിന്നെ ദാണ്ട് ഇതിനകത്ത് പങ്കുള്ള വ്യക്തിയാണ് ഇത് ഈ നിൽക്കുന്നത്. കുറേ പേരുണ്ട് പരിചയപ്പെടുത്താൻ. അത് പറഞ്ഞു കൊടുത്തേ അവർക്ക്. ഇങ്ങോട്ട് പറഞ്ഞു കൊടു. നാളെ വരുന്നു. ഗൈസ്, ആ ഒരു ആൽമരത്തിന്റെ മൂട്ടിലിരുന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ഇത്രയായത് കേട്ടോ. അതെങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു? അത് മോളായിരുന്നു ആദ്യത്തെ. നീതുവായിരുന്നു പഠിപ്പിച്ചേ. നീതുവിന് പഠിക്കാനായിട്ട് അടൂര് പോയപ്പോഴത്തേന് അതുകൊണ്ട് ആ ഇരിക്കുന്ന കൊച്ചിനെ കണ്ടു. അതാണ് ആന്റിയുടെ മോള്. അവളാണ് അവിടെ നിന്ന് മാറി ഞാൻ പറഞ്ഞേ. നീത് ഒന്ന് വിളി. ഒരു ഹായ് കാണിച്ചേടി നോക്കട്ടെ. ആ റോസ് ടീഷർട്ട്. അപ്പൊ അവളായിരുന്നു എല്ലാം പഠിപ്പിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങള് വിഷമിച്ചിരുന്നു. അപ്പൊ മോൾ അടൂരായിരുന്നു. അതങ്ങനെ വിഷമിച്ച് ഞാനിങ്ങനെ ആരുടെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ ആര് പഠിപ്പിക്കുന്നുണ്ടിരുന്നപ്പോ ഒരാളിങ്ങനെ ഇറങ്ങി വരുന്ന അമ്പലത്തിൽ നിന്ന് എന്റെ അടുത്തിരുന്ന്. ഇതിന് ശേഷം ഞങ്ങളും എല്ലാ പ്രാവശ്യവും തിരുവാതിര ഇവിടെ കളിക്കുന്നതാണ്. ഇപ്പൊ ഞങ്ങൾ ഈ പ്രാവശ്യം പഠിപ്പിക്കാൻ ആരും ഇല്ല. ഞാൻ പഠിപ്പിക്കാം ഇന്ന് ഞാൻ പറഞ്ഞു ഗൈസ്. അങ്ങനെ പിന്നെ ഞങ്ങള് അങ്ങനെ നമ്മള് ഇത്രയും ഈ ഒരു വ്യക്തിയിലൂടെ ഈ വ്യക്തിയിലെത്തി വിളിച്ച് സന്ധ്യ, ഞങ്ങൾ ജയ, ഞങ്ങൾ അങ്ങനെ കുറെ പേരായിരുന്നു. അങ്ങനെ എല്ലാരും കൂടെ കൂടി ഇങ്ങനെ ആയി. അങ്ങനെ എല്ലാരും ഉണ്ട്. അങ്ങനെ ഒരാളിൽ നിന്ന് ഇത്രയും പേരായി. ഇത്രയും അല്ല, ഒരു സ്റ്റെപ്പ് പോലും കളിക്കാത്ത മോളി ചേച്ചി വരെ പഠിപ്പിച്ചില്ലേ. എല്ലാം ഇരിക്കുന്ന മഹാദേവന്റെ ഇതാണ്. കരവാളൂര് പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പം നാളെ കരവാളൂര് ഒരു എന്താ പറയാ, 2 വർഷമായിട്ട് ഞാൻ മഹാദേവന്റെ കൂടെ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം അവരോട് തിരുവാതിര കളിക്കുന്നുണ്ട്. അതുപോലെ അവിടുത്തെ നമ്മുടെ കരവാളൂരുടെ എൻ്റെ സ്വന്തം മക്കളാണെങ്കിലും പഠിപ്പിക്കുന്നത് ലക്ഷ്മി ചേച്ചി, നീതു, അലാന, ശീതലേച്ചി എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ. അപ്പം എന്തായാലും അവരോടൊരു നന്ദിയുണ്ട്. അതേപോലെ ഇവിടുത്തെ നമ്മുടെ സ്വന്തം പിള്ളേരും, ഭഗവത്പതിന്റെ സ്വന്തം പിള്ളേരും വരുന്നുണ്ട് അവിടെ കളിക്കാനായിട്ട്. അപ്പോൾ ബാക്കി നമുക്ക് നാളെ കാണാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുമാണ്. അതേപോലെ നമ്മളിപ്പോൾ പ്രാക്ടീസിന് വന്നിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ഡേ പ്രാക്ടീസാണ്, പ്രോഗ്രാമിന് മുന്നേ ഉള്ളത്. അങ്ങനെ പ്രാക്ടീസിനൊക്കെ വന്ന് എല്ലാം സെറ്റായിട്ടുണ്ട്. അതിനുശേഷം അങ്ങനെ ഏകദേശം ഒരു 6:30 കഴിഞ്ഞപ്പോഴത്തേക്ക് പീടിക ഭഗവതി ക്ഷേത്രത്തിൽ നമ്മുടെ തമ്പുരാട്ടിയുടെ മണ്ണിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ എന്താ പറയുക, നമ്മൾ വരുമ്പോൾ ഉള്ളൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഭയങ്കര ദീപാലങ്കാരങ്ങളും ദീപക്കാഴ്ചയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നൊരു സമയമായിരുന്നു. നമ്മുടെ തമ്പുരാട്ടി നല്ല രീതിയിൽ അണിയിച്ചൊരുക്കി വെളിയിൽ മുത്തുക്കുടയൊക്കെ ചൂടി ഇരിപ്പുണ്ട്. അപ്പം ഇത് വർഷങ്ങളായിട്ട് നമ്മൾ ധനുവാസ തിരുവാതിരയിൽ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് കാണാനും അതിലുപരി വന്ന് ഭഗവത് ഭജൻസിൻ്റെ പേരിൽ വന്ന് കളിക്കാനും നമുക്ക് എല്ലാവർക്കും കൂടെ കളിക്കാനും പറ്റിയ ആ ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ച് പിന്നെ എന്ത് പറയുന്നത്, തമ്പുരാട്ടി കൊണ്ട് തന്നൊരവസരം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതേപോലെ നല്ല ആളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷയിലും ഒത്തിരി ആളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആയിരുന്നു ഫസ്റ്റത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇത് ഒരുപാട് ആൾക്ക് മുന്നേ ആഗ്രഹിച്ച ഒരു വേദിയായിരുന്നു. അത് ഇങ്ങനെ ദൈവം സാധിച്ചു തന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ വളരെ 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 സന്തോഷമുണ്ട്. തമ്പുരാട്ടി നമുക്ക് തന്നൊരു അവസരമാണിത്. എന്താണെങ്കിലും കാത്ത് കിട്ടിയൊരു അവസരം. അതിലുപരി ഞങ്ങൾക്ക് സർപ്രൈസ് ആയത് നമുക്ക് ആദരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കലാകാരികൾക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും കരവാളൂർ അമ്മയുടെ നാമധേയത്തിൽ ഒരു ചെറിയ ഉപകാരം നമ്മുടെ ക്ഷേത്ര ഉപദേശ സമിതി ചെറവളൊക്കെ നടത്തിയോ? കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പടിഞ്ഞാറ്റുംകര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ മാറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവരുടെ കൂടെയുള്ള 2 തിരുവാതിരയുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ കൈകൊട്ടിക്കളിയും. അതേപോലെ വെളിയിൽ നിന്ന് കുറച്ച് ടീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഊഴം വന്നപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റാനൊന്നുമില്ല. കാരണം മഹാദേവൻ്റെ മണ്ണിൽ കളിക്കുക എന്ന ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും വ്രതമൊക്കെ എടുത്ത് ആചാരം അനുഷ്ഠാനമാണ് നമ്മളിവിടെ തിരുവാതിരയും കൈകൊട്ടിക്കളിയും എല്ലാവരും കളിച്ചത്. അപ്പം എന്താ പറയുക, അതും എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഒട്ടും പ്രതീക്ഷയില്ല ഈ ഒരു ദിവസം മഹാദേവൻ്റെ മണ്ണിൽ കളിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ മഹാദേവൻ്റെ തീരുമാനം പോലെ തന്നെ നടന്നു. അപ്പം പറയുമ്പം തന്നെ രോമാഞ്ചമുണ്ട്.
എന്തൊക്കെ പറഞ്ഞാലും അവിടെയും പോയി തകർത്തിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഡാൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ എനർജി ലെവലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ദൈവം സഹായിച്ച് ഇനിയും മുന്നോട്ട് പോവട്ടെ. അപ്പം കളിച്ച എല്ലാ ടീമുകളും നല്ലതായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു എന്താ പറയുക, മഹാദേവനും സന്തോഷം, നമുക്കും സന്തോഷം. നമ്മളും അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ നിന്ന് നമുക്ക് മാത്രമല്ല എല്ലാ ടീമുകൾക്കും ആദരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷം. അവിടെ നമ്മൾ ഫഹദ് ഫാസിലിനെ നല്ല രീതിയിൽ ആർത്ത് വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മഹാദേവൻ്റെ ആ ഒരു സാന്നിധ്യം, തമ്പുരാട്ടിയുടെ ആ ഒരു സാന്നിധ്യം ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളെ കളറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭഗവത് ഫിനാൻസ് രൂപീകരിച്ചിട്ട്, നമ്മുടെ കൂട്ടായ്മ രൂപീകരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം ആവുകയാണ്. ആ ദിവസം തന്നെ നമുക്ക് 2 അമ്പലത്തിലും പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ കിട്ടി. നമുക്ക് നല്ല രീതിയിൽ കളിക്കാനും പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി വ്ളോഗ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും. ബൈ.